അൽഹംദുലില്ലാഹ് അസ്സലാത്തു അസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് സന്തോഷം നിറഞ്ഞ, അതിലേറെ ആനന്ദം പകരുന്ന നിമിഷങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിവ. കാരണം കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നവനും ഞാനും നാളെ സ്വർഗപൂങ്കാവനത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് തൻ്റെ വിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അതേ വേളയിൽ കുടുംബബന്ധം മുറിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഉണർത്തിയ ഹബീബായ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ വാക്കുകൾ ഇവിടെ സ്മരിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്. മനോഹരമായ, വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ഈ കുടുംബ വേളയിലേക്ക്, നിങ്ങളുടെ ഈ ഒത്തുകൂടലിലേക്ക് ഏതാനും നിമിഷങ്ങൾ കുറച്ചേറെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കാൻ എത്തിച്ചേരാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഒരുപാടേറെ വർഷങ്ങളുടെ കാത്തിരിപ്പാവാം നിങ്ങളുടെ ഈ കൂടിച്ചേരൽ. ഇവിടെ ഏറെ പരിചയമുള്ള ആളുകളുണ്ടാവാം, ഒരു വേള പരസ്പരം ആദ്യം കണ്ടുമുട്ടുന്നവരുണ്ടാവാം. കുറേയേറെ പറയാനും പങ്കുവെക്കാനും സംസാരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവാം. അത്തരത്തിലുള്ള നിങ്ങളുടെ ഏറ്റവും പ്രഷ്യസായ, നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ചില നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്തതോ അറിവില്ലാത്തതോ ആയ കാര്യങ്ങളല്ല, നിങ്ങൾക്കും എനിക്കും ഒക്കെ പരിചയമുള്ള, നമ്മളുടെ ഓരോ ദിവസങ്ങളിലും ഓരോ ജീവിതത്തിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പാലിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ തിരക്കുകൾ കൊണ്ടോ ചില പ്രാരാബ്ദങ്ങൾ കൊണ്ടോ ഒക്കെ വിട്ടുപോവുകയോ മറന്നു പോവുകയോ ചെയ്ത ചില കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ് അവയൊന്ന് പൊടി തട്ടിയെടുക്കുക എന്നത് മാത്രമാണ് ഈ കൂടിച്ചേരലിൻ്റെ, ഈ വരവിൻ്റെ, ഈ കണ്ടുമുട്ടലിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും എല്ലാ പൂർണ്ണതയിലും പടച്ച തമ്പുരാൻ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കൂടിച്ചേരലും ഈ ആഹ്ലാദവും ആനന്ദവും ഒക്കെ അവസാനിപ്പിച്ച് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അങ്കണത്തിൽ നിന്നും വൈകുന്നേരം പുറത്തു പോകുമ്പോൾ ഇവിടെ നിന്നും കിട്ടിയ കുറേ നന്മ നിറഞ്ഞ, വളരെ പോസിറ്റീവായ കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ഇതിനകത്ത് തന്നെ ഉപേക്ഷിച്ച് അവശേഷിപ്പിച്ച് പോവാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ സാധിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ ഒരുമ, നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ ഈ സ്നേഹം, നിങ്ങളുടെ ഈ പങ്കുവെക്കൽ, അതിൻ്റെ ഊഷ്മളത ഇനിയും ഇനിയും വർദ്ധിപ്പിക്കുമാറ് പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി തുടങ്ങാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ, നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ
സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടരുത വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. ഏറെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇങ്ങനെ ഒരു കുടുംബ സദസ്സിലിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പമുള്ള ഒരു കുഞ്ഞു നിമിഷത്തിൽ എൻ്റെ മോന് മക്കളെടുത്ത് ഞാൻ ചോദിച്ചു, ഉമ്മ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതിനു മുമ്പേ അവൻ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഉമ്മച്ചി എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉമ്മച്ചി പറയാറുള്ളത്? അതുകൊണ്ടാണ് തിരിച്ച ചോദ്യം ഞാൻ അവൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്തത്, ഉമ്മ എന്താണ് മോന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പം 3 മക്കളിൽ കുറച്ചൊരു കുസൃതി കൂടുതലുള്ള ആള് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കേണ്ടത് നല്ല കഴിവുള്ള മക്കളായി മാറാൻ വേണ്ടിയിട്ടാണ്, നല്ല കഴിവുള്ള മനുഷ്യനായി മാറാൻ വേണ്ടിയാണ് എന്ന്. അപ്പം ഞാൻ മനസ്സിലെങ്ങനെ ഓർത്തു, ഒരുപക്ഷെ ഇവിടെ എൻ്റെ മുൻപിൽ കാണുന്നതിൽ കൂടുതൽ ഉമ്മമാർ തന്നെയാണ്, മീൻസ് സ്ത്രീകളാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ പങ്കെടുക്കുന്ന കുടുംബ സംഗമങ്ങളിലെല്ലാം സ്ത്രീ പ്രാതിനിധ്യം തന്നെയാണ് കാണാറുള്ളത്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ വീടിൻ്റെ വിളക്ക് അവളായതുകൊണ്ടാവാം അല്ലേ? എനിക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ? വീടിന്റെ വിളക്കാരാ? അത് നമ്മൾ തന്നെയാ അല്ലേ? വീടിന്റെ വിളക്ക് അത് ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. കാരണം ആ വിളക്കിന്റെ പ്രകാശം ഒന്ന് മങ്ങിയാൽ, ഒരു വേള ആ വിളക്കൊന്ന് കെട്ടുപോയാൽ ആ വീട് മുഴുവൻ, ആ കുടുംബം മുഴുവൻ ഇരുട്ടത്താവും. ആ ഇരുട്ടിൽ തപ്പുന്ന ചുറ്റുമുള്ള മനുഷ്യന്മാരെയാണ് പിന്നെ നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമാണ് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ വീടിന്റെ വിളക്ക്. ആ വിളക്കിന്റെ പ്രകാശം എത്രയേറെ വർദ്ധിക്കുന്നോ, അതെത്ര ഏറെ പ്രകാശഭരിതമാവുന്നോ, അതിനനുസരിച്ച് ചുറ്റുമുള്ള ആളുകൾക്ക് അവരുടെ പാതയിലേക്ക് കാഴ്ച മങ്ങാതിരിക്കുകയും നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകന്റെ ഈ ഉത്തരത്തിൽ ഞാൻ അടക്കമുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചിന്തിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ നേരത്തെ പ്രാർത്ഥനയിലും ഓരോ സുജൂദിലും തേടാറുള്ളത് ഇത് തന്നെയാണ്, മക്കളെ നല്ല കഴിവുള്ള മനുഷ്യരാക്കി മാറ്റണമേ എന്ന്. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആൽഫ ജനറേഷൻ്റെയും ബീറ്റ ഗാമ ജനറേഷൻ്റെയും ജനറേഷൻ സിയുടെയും മില്ലേനിയം ജനറേഷനും ഒക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ പ്രാർത്ഥനയിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതൊരു പക്ഷേ അഫാനുമാരും ആഷിഖുമാരും മിഹിറുമാരും ഷഹബാസുമാരും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടുകൂടി ആവാം. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഇന്നെ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ? ഒന്നാമത്തെ കാര്യം, ഇത്രയും വലിയ സ്റ്റേജുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മൈക്ക് പിടിച്ച് നിൽക്കണേ അല്ലേ? നിങ്ങളൊക്കെ ഒരൊറ്റ കുടുംബത്തിന്റെ ആളുകളാണ്. പല വഴിയിൽ നിന്നും പല നാടുകളിൽ നിന്നും ഒത്തുചേർന്ന് ഒരൊറ്റ കുടുംബത്തിന്റെ ആ ശക്തി കാണിക്കാൻ, നിങ്ങളുടെ ബലം ഞാൻ പുറത്തല്ലേ?
അല്ല, നിങ്ങളെ കുടുംബത്തിൽ പെട്ടതല്ല. ഞാൻ കൊടവണ്ടി എന്ന് പറഞ്ഞ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റാ, നിങ്ങളിൽ പെട്ട ആളല്ല. അപ്പൊ എന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിർത്തി നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത്. ഇതൊരു ഒരുമിച്ചുള്ള ഒരു സംസാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, നിങ്ങൾക്ക് അറിയാത്തതായിക്കൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഉമ്മയാണ്, നിങ്ങളിൽ പലരും ഉമ്മമാരാണ്, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, നാടും വീടും സമൂഹത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ബാധ്യതകൾ മുറ പോലെ നിർവഹിക്കുന്നവരാണ്, കറകളഞ്ഞ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ടുഗെദർ ഒരുമിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതികരണം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ആദ്യം പറഞ്ഞ പേര് അഫാനാണ്. അഫാനെ അറിയോ? അഫാന കേട്ടിട്ടില്ലേ? അഫാന കേട്ടവർ തന്നെയാണ് എല്ലാവരും. നമുക്കറിയാം, ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതോടൊപ്പം കുടുംബത്തിലെ മറ്റു പലരെയും നിഷ്കരുണം തലക്കടിച്ച് കൊന്ന കുട്ടിയാണ് അഫാൻ. ആഷിഖിനെ നിങ്ങളൊക്കെ അറിയുണ്ടാവും. ആരാ ആഷിഖാരാ? അമ്മോന്റെ കുട്ടിയോ? അമ്മോന്റെ കുട്ടി ആഷിഖല്ല. ഞാൻ പറഞ്ഞ ആഷിഖ് അമ്മായിന്റെ അമ്മോന്റെ ഇളപ്പാന്റെയും കുട്ടി ആഷിഖല്ല. കോഴിക്കോടുകാരൻ, കോഴിക്കോട് താമരശ്ശേരിക്കാരൻ ആഷിഖ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 23 വയസ്സുകാരൻ. അവന് ജന്മം നൽകിയതിനാണ്, അവന് ഈ ഭൂമിയില് ജനിപ്പിച്ചതിനാണ് ഏറ്റവും പ്രിയപ്പെട്ട, കാലിനടിയിൽ സ്വർഗം സംവിധാനിക്കപ്പെട്ട 23 വർഷക്കാലം സ്വന്തം ഭർത്താവിന്റെ, അവന്റെ ഉപ്പയുടെ സഹായം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് മകനെ പോറ്റി വളർത്തി വലുതാക്കിയ പൊന്നുമ്മയെ കഴുത്തറുത്ത് കൊല്ലാണ്. ലഹരിയാണല്ലേ? ലഹരിയായിരുന്നു കാരണം. അപ്പൊ ആഷിഖിനെ നമുക്ക് പരിചയമുണ്ട്. മിഹിറിനെയും ആരും മറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. 10ാം ക്ലാസ്സുകാരനായിരുന്നു, ചെറിയ മോനാണ്. ഒരുപാടേറെ സ്വപ്നങ്ങളും കിനാവുകളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച്. പക്ഷേ കൂട്ടുകാര് പലരും പലതരത്തിലുമുള്ള കളിയാക്കലുകളും ഉപദ്രവങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ താങ്ങാനുള്ള, സഹിക്കാനുള്ള മനക്കരുത്ത് ഉണ്ടായിരുന്നില്ല പാവത്തിന്. കാരണം പുതുതലമുറ പലപ്പോഴും പരാജയത്തെ അനുഭവിച്ചിട്ടില്ല. പരാജയത്തെ എങ്ങനെ മറികടക്കുമെന്ന ബുദ്ധിയിലേക്കും ബോധ്യത്തിലേക്കും അവരെത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവന്റെ കുഞ്ഞു മനസ്സിന് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ 23ാമത്തെ നിലയിൽ കയറി താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു മിഹിർ. ഷഹബാസിനും നമ്മുടെ നെഞ്ചിനുള്ളിൽ ഇപ്പോഴും ഇങ്ങനെ മരിക്കാതെ ജീവിക്കുന്നുണ്ട് ഷഹബാസ്. കുട്ടികളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ കുറെ തല്ലൊക്കെ കൂടി ജീവിച്ചവർ തന്നെയാ. കുറെ അടിയും പിടിയും പ്രശ്നങ്ങളും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കലും, സ്കൂളിൽ നിന്ന് പുറത്താക്കലും, ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവരലും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തേയാവോ, അവർക്കിടയിലുള്ള കലഹത്തിന് പരിഹാരമായിക്കൊണ്ട് കൊന്നുകളയാമെന്നങ്ങ് വിചാരിച്ചു അവര്. പകരം വീട്ടാൻ അവനെ അങ്ങ് കൊന്നുകളയാമെന്ന ചിന്തയിലേക്കാ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ബുദ്ധി എത്തിയത്. പകരം അവന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉമ്മമാരും ഉപ്പമാരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നല്ല ഒരു നാളെയെ, ഒരു പക്ഷേ നിങ്ങളുടെ ഈ കുടുംബം ഇതേ സ്നേഹത്തിലും ഇതേ കെട്ടുറപ്പിലും നിലനിൽക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ സംഘാടകരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നന്മ നിറഞ്ഞ ഈ കർമ്മം, നേരത്തെ പറഞ്ഞു എത്രയേറെ ദിവസങ്ങളുടെ ഉറക്കമിഴക്കലാണ് അല്ല, എത്ര ദിവസങ്ങൾ ഉറക്കമിളച്ചിട്ടാണ് ഈ ഒരു കൂട്ടായ്മ ഈ രൂപത്തിൽ ഇത്രയും വിജയകരമായി ചെയ്യാൻ സാധിച്ചത്. അതേ അർത്ഥത്തില് ഇനിയും വരും വർഷങ്ങളിൽ ഈ ബന്ധം അറ്റുപോവാതെ ഇതിനെ ഇങ്ങനെ കൂട്ടിയിണക്കി നിർത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മ നിറഞ്ഞ കാര്യങ്ങളും അടുത്ത തലമുറയിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളും പേരക്കുട്ടികളും അതേ പ്രാധാന്യത്തോടുകൂടി അതിനെ കാണുമ്പോൾ മാത്രമാണ് ഈ ബന്ധങ്ങൾ ഇങ്ങനെ ഊഷ്മളമായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളിൽ, നമ്മുടെയൊക്കെ ബാധ്യതകളിൽ ഏറ്റവും വലിയൊരു ബാധ്യതയാണ് പടച്ചോൻ നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, വരും തലമുറ.
അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു ഉണർത്തുന്നുണ്ട്, നിങ്ങൾ ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ബാധ്യതകളെ കുറിച്ച് നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ബാധ്യതകളിൽ, ആ അമാനത്തുകളിൽ, ആ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വഞ്ചന കാണിക്കുവാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല, ചതി കാണിക്കുവാൻ പാടില്ല എന്ന്. എന്താണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ബാധ്യത? ഞാൻ ഈ ഭൂമിയിൽ മകളായി പിറന്നവളാണ്. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി പിറന്ന ഞാൻ, മകൾ എന്ന ബാധ്യത എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ബാധ്യതയാണ്. മകൾ എന്ന ബാധ്യത. ഇവിടെ കൂടിയവരെല്ലാം മകളോ മകനോ ആണ്. മകളോ മകനോ അല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനും ജനിക്കുകയില്ല. അതുകൊണ്ട് മകൾ എന്ന ബാധ്യതയിൽ ഞാൻ പൂർണ്ണത കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ പടച്ചോൻ എന്നോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ആ ഉത്തരത്തിന് മുൻപിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച മകളായി തീരേണ്ട ബാധ്യത എൻ്റെതാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഞാൻ കാരണം ഒരു വേള അവരുടെ കണ്ണുകൾ നിറയേണ്ട സാഹചര്യം പോലും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയും പ്രയത്നവും ഓരോ ശ്വാസത്തിലും ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. മകളായ ഞാൻ ഒരുപക്ഷെ പെങ്ങളായിട്ടുണ്ടാവും, അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ ആയിട്ടുണ്ടാവും. എൻ്റെ ആങ്ങളമാരോടും എൻ്റെ ജ്യേഷ്ഠാനിയത്തിമാരോടും ഒക്കെ എനിക്ക് ബാധ്യതയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും സഹോദരങ്ങളാണ്. ആ സഹോദര്യം എന്ന് പറയുന്ന ആ ബാധ്യത വളരെ മനോഹരമായി നാം നിറവേറ്റേണ്ടതുണ്ട്. നാളെ പടച്ചോൻ എന്നോട് ചോദിക്കും, നീ ഒരു താത്തയായിരുന്നില്ലേ, നീ ഒരു അനിയത്തിയായിരുന്നില്ലേ, നീ ഒരു ആങ്ങളയായിരുന്നില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇത്തിരി സമ്പത്തിന് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങിയില്ലേ? അതിൻ്റെ പേരിൽ നിങ്ങൾ പരസ്പരം മിണ്ടാതിരുന്നില്ലേ? നിങ്ങൾക്കിടയിൽ കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായില്ലേ? നിങ്ങളുടെ ബന്ധം മുറിക്കപ്പെട്ടില്ലേ എന്ന്? പ്രിയപ്പെട്ടവരെ, കളിതമാശയല്ല. പ്രാർത്ഥന സ്വീകരിക്കാത്ത 3 പേരെ എണ്ണിയപ്പോൾ അതിലൊന്നാമത്തെ കൂട്ടര് ബന്ധം മുറിച്ചവരാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ചവനാണ് പ്രാർത്ഥന സ്വീകരിക്കാത്തവൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കഷ്ടപ്പാടുണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ നേരവും ബാങ്ക് വിളി കേൾക്കുമ്പോഴത്തേന് എത്ര തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിലും എത്ര ദീർഘമായ ഉറക്കത്തിലാണെങ്കിലും അതിൽ നിന്നും എഴുന്നേറ്റ് ഉളുവെടുത്ത് നമസ്കാര പായയിലേക്ക് പള്ളിയിലേക്ക് മടങ്ങുന്നവരാ നമ്മള്. പക്ഷേ അതൊരു പ്രയാസമായി തോന്നാത്തതിന് കാരണം അതിനൊരു പ്രതിഫലം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എറ്റേണലായ എന്നും നിലനിൽക്കുന്ന സ്വർഗ പൂങ്കാവനം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാ അതൊരു പ്രയാസമായി നമുക്ക് തോന്നാത്തെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ദാനധർമ്മങ്ങളാവാം ഒരു വേള നമുക്ക് ഉണ്ടായിട്ടല്ല, നമുക്ക് കുറേ ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ കൊടുക്കുക. വരുന്നയാള് എന്നേക്കാളും പ്രയാസപ്പെടുന്നവനാണ്. എനിക്ക് 4 നേരം ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ, അയാൾക്ക് പക്ഷെ 2 നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ അയാൾക്ക് കൊടുക്കാമെന്ന വിശാലതയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ എത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിറകിലുള്ളത് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഈ സമ്പത്ത് അതങ്ങ് സന്തോഷത്തോടെ ഇടത് കൈ അറിയാതെ നൽകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിറകിലുള്ളത് കിട്ടാൻ പോണ സ്വർഗം തന്നെയാണ്, ലഭിക്കാൻ പോകുന്ന ആ സ്വർഗം തന്നെയാണ്. അതുകൊണ്ട് അത് ലക്ഷ്യം വെച്ച് ഈ ലോകം എന്ന് പറയുന്ന മഹാത്ഭുതം യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിനേക്കാൾ യാഥാർത്ഥ്യമായ ആ പരലോകത്തിന് വേണ്ടി, ആ പരലോക വിജയത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു പുതു തലമുറയെ കൂടി വാർത്തെടുക്കുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഡ്യൂട്ടി. ഇവിടെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ കുറേ പേരുണ്ട് ഈ ജനറേഷന്. ആൽഫ ജനറേഷനാണ് ഇപ്പോൾ ഉള്ള ജനറേഷൻ. 2010 ശേഷമുള്ള, തൊട്ട് മുമ്പേ ഉള്ള ജനറേഷൻ Z എന്നാണ് പറയുന്നത്, Z ജനറേഷൻ. അതിൻ്റെ മുമ്പുള്ള 90 കാലഘട്ടങ്ങളിലുള്ള ജനറേഷൻ നമ്മൾ പറയാ മില്ലേനിയം ജനറേഷൻ എന്നാണ്. ഇനി വരാൻ പോകുന്ന 2025 ശേഷമുള്ള 10 വർഷക്കാലമുള്ള ജനറേഷനെ നമ്മൾ ഗാമ ജനറേഷൻ, ബീറ്റ ജനറേഷൻ എന്നൊക്കെയാ പറയാ. അപ്പോൾ കുറച്ചു നേരം ശാസ്ത്രത്തിലേക്കും
മനഃശാസ്ത്രത്തിലേക്കൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ ഓരോ കാലഘട്ടത്തിനും ഈ ഓരോ ജനറേഷനും ഒരുപാടേറെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സയൻസ് തരം തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഫാൻമാരും ആഷിഖുമാരും മിഹിറുമാരും ഷഹബാസിനെ നിഷ്കരുണം കൊല ചെയ്ത ആ കൂട്ടരൊന്നും ഇനി ഇല്ലാതിരിക്കാൻ ഒരു വേള ഞാനോ നിങ്ങളോ നമ്മളുടെ മക്കളെ ഓർത്ത് നമ്മൾ സ്വപ്നം കണ്ട് വളർത്തി വലുതാക്കുന്ന, നമ്മൾ കിനാവ് കണ്ട് വളർത്തി വലുതാക്കുന്ന, നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ അവരെ ഓർത്ത് അഭിമാനിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ, ഇത്തരത്തിലുള്ള യാതനകൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു വേള നിങ്ങൾ ഓർത്തു നോക്കൂ. രാത്രി കിടന്നുറങ്ങാൻ പോലും സമാധാനമില്ല അല്ലേ? പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ രാത്രി ഉറങ്ങുന്നത് പോലും സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. കാരണം നാളെ ഉണരുമ്പോൾ ഇൻഷാ അല്ലാഹ് പടച്ചോൻ എനിക്ക് ആയുസ് ഇട്ട് തന്ന് നാളെ എനിക്ക് ഉണരാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ പത്രത്താളുകൾ തുറക്കുമ്പോൾ, സോഷ്യൽ മീഡിയാസ് തുറന്നു നോക്കുമ്പോൾ, വാർത്തകൾ കാണുമ്പോൾ എന്ത് വാർത്തയായിരിക്കും എനിക്ക് കാണേണ്ടി, കേൾക്കേണ്ടി, അനുഭവിക്കേണ്ടി വരിക? ഒരുപക്ഷെ എൻ്റെ മക്കൾ, ഞാൻ അറിയുന്ന മക്കൾ, എനിക്ക് പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ കുടുംബത്തിലെ മക്കൾ, എൻ്റെ അയൽപക്കത്തെ മക്കൾ, എൻ്റെ നാട്ടിലെ മക്കൾ അതിലില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ കിടന്നുറങ്ങുന്നവരാ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥിതിവിശേഷം നമ്മുടെ കുടുംബത്തില്, നിങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഒരു മനുഷ്യനും ഒരു വീട്ടിലും ഒരു അംഗങ്ങൾക്കും ഉണ്ടാവാതിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും ഒക്കെ അതിന് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, അതുമല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആവേണ്ടതുണ്ട്, എങ്ങനെയെല്ലാം ആവാതിരിക്കേണ്ടതുണ്ട് എന്ന വലിയ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. അതിൻ്റെ പൂർണ്ണതയിൽ അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കുമാറാവട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചു, ഏറ്റവും നല്ല കഴിവുള്ള മനുഷ്യനാകണമേ എന്ന പ്രാർത്ഥനയിൽ ഇനി അഫാനും ആഷിഖും മിഹിറും ഒന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ചിന്ത. നിങ്ങളൊക്കെ വളരെ ബുദ്ധി വൈഭവ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലെല്ലാവരും ചിന്തിച്ചു നോക്കുക. നല്ല കഴിവുള്ള മനുഷ്യരാക്കണമേ എന്ന പ്രാർത്ഥനയിൽ മൂന്ന് വാക്കുകളുള്ളത് അല്ലേ? നല്ല കഴിവുള്ള മനുഷ്യൻ. ഈ മൂന്ന് വാക്കുകളെയും ചെറുതായി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടാൽ വാക്കുകളെ ഇതിനേക്കാൾ അർത്ഥമുള്ള, ഇതിനേക്കാൾ മനോഹരമുള്ള മറ്റൊരു വാക്കായിട്ട്, മറ്റൊരു വാക്യമായി, മറ്റൊരു സെന്റൻസ് ആയിട്ട് അത് മാറും. നിങ്ങൾക്ക് ആരുടെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? നല്ല കഴിവുള്ള മനുഷ്യൻ എന്നതിനെ നമുക്ക് കഴിവുള്ള നല്ല മനുഷ്യൻ എന്നാക്കി മാറ്റാം. കഴിവുള്ള നല്ല മനുഷ്യനാക്കി മാറ്റുക. എന്താണ് കഴിവുള്ള നല്ല മനുഷ്യൻ? അവിടെ കഴിവുണ്ട്, ഓക്കെ, നമ്മുടെ മക്കൾക്കൊക്കെ നമുക്കൊക്കെ കഴിവുണ്ടാവണം. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലും കഴിവുള്ളവനാവണം. അത് പഠനമാവാം, പാഠ്യേതര വിഷയങ്ങളാവാം, ഫാമിലി മാനേജ്മെന്റ് ആവാം, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, നമ്മൾ മാനേജ് ചെയ്യുന്ന പലതരത്തിലുള്ള മേഖലകളാവാം. അവിടെയെല്ലാം ഒന്നാം സ്ഥാനക്കാരി, ഏറ്റവും കഴിവുള്ളവൻ ആയിത്തീരുവാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കൂടെ നല്ല മനുഷ്യനാവുക എന്നൊരു പ്രാർത്ഥന കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകി വരേണ്ടതുണ്ട്. ഈ അടുത്ത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ പലരും അത് കണ്ടവരായിരിക്കാം. ആ ഡ്രാമയുടെ പേര് അഡോളസൻസ് എന്നാണ്. കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കുവോ? വളരെ ഫേമസ് ആയ, നമ്മുടെ മലയാള നാടൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മനോഹരമായ അർത്ഥം നമ്മെ പോലെയുള്ള മാതാപിതാക്കളിലേക്ക് എത്തിച്ചു തരുന്ന കഥയുള്ള ഉള്ളടക്കമുള്ള ഒരു ഡ്രാമയാണ്, ഒരു നാടകമാണത് അഡോളസൻസ്. കണ്ട ആരെങ്കിലും ഉണ്ടോ? ഹലോ കുടുംബക്കാരെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകുമ്പോഴേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? എത്രയേറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ. കുറേ ആളുകൾ എനിക്ക് ആരെ നോക്കണമെന്ന് പോലും മനസ്സിലാവണില്ല.
പിടുത്തം കിട്ടണില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തല ഒന്ന് ഇങ്ങനെ താഴേക്കാക്കിയാൽ മതി, ഇല്ലെങ്കിലോ ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. തല ഇങ്ങനെ ഇടക്കൊന്ന് മൂവ് ആക്കുന്നതേ നമ്മുടെ നെക്കിൽ കഴുത്തിൽ 7 എല്ലുകളുണ്ട്, സെർവൈക്കൽ ബോൺസ് എന്നാണ് പറയാ. ഈ സെർവൈക്കൽ ബോൺസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത് നല്ലതാണ്. സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, സ്റ്റിഫ് നെക്ക് പോലെയുള്ള മെഡിക്കൽ അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാന്. പിന്നെ ഇപ്പോൾ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലിനും പല്ലിനൊക്കെ തേയ്മാനം വരാൻ തുടങ്ങും അല്ലേ, ഡീജനറേഷൻ ഒക്കെ സംഭവിക്കാൻ തുടങ്ങും. അപ്പം ചിലപ്പോൾ കഴുത്തിളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഉമ്മാൻ്റെ പ്രായമായ ഉമ്മാന്ന് വിളിക്കുമ്പോൾ ഉമ്മയുടെ കഴുത്ത് മാത്രം ചലിപ്പിക്കാൻ ഉമ്മയ്ക്ക് സാധിച്ചോളന്നില്ല. ഉമ്മ മുഴുവനായും തിരിഞ്ഞു നോക്കും, എന്താ മോളെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഇവിടെ ഉള്ളതൊക്കെ വളരെ ചെറുപ്രായത്തിലുള്ള ആളുകളാണ് അല്ലേ. പല സ്ത്രീകളുടെയും മുഖങ്ങൾ കണ്ടാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പോലും തോന്നൂല. മാഷാ അല്ലാഹ്, അത്രയും പ്രായം കുറഞ്ഞ ആളുകളുള്ള ഒരു കുടുംബ സംഗമത്തിന് വന്നിരിക്കുമ്പോൾ ചില പ്രായം കുറഞ്ഞ ആളുകളൊക്കെ കൈയടിച്ചിട്ടുണ്ട് കേട്ടോ. തീരെ പ്രായമില്ലാത്തവരാ കൈയടിച്ചത്. അപ്പോൾ മൊത്തം പ്രായമില്ലാത്തവരാന്ന് മനസ്സിലായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് മതി എനിക്ക്, ഞാൻ കുടവണ്ടിയാണെങ്കിലും നിങ്ങളെ കുടുംബത്തിൽ കുറച്ച് നേരം ഞാൻ പെട്ടു എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഈ അഡോളസൻസ് എന്ന് പറയുന്ന, വളരെ സീരിയസ് ആയിട്ട് ഈ അഡോളസൻസ് എന്ന് പറയുന്ന ഈ ഡ്രാമയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുമ്പോൾ, ഇത് കണ്ടവരാരുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരും ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ ആദ്യത്തെ സീൻ കാണിക്കുന്നത് 13 വയസ്സായ ഒരു ആൺകുട്ടി. ഈ 13 വയസ്സുകാരൻ അവൻ്റെ ക്ലാസ്സിലുള്ള അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ നിഷ്കരുണം കൊല ചെയ്യാണ്. അവൻ അവളെ കൊല്ലുന്ന ഒരു രംഗമാണ് ആദ്യം കാണിക്കുന്നത്. രണ്ടാമത്തെ രംഗം കാണിക്കുന്നത്, അവൻ്റെ വീട്ടിൽ പോലീസ് എത്തുകയും അവനെയും അവൻ്റെ അച്ഛനെയും പിടിച്ചു കൊണ്ടുപോവാണ് ജയിലിലേക്ക്. അങ്ങനെ ജയിലിൽ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇവൻ ഒറ്റ ഉത്തരേ പറയുന്നുള്ളൂ, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന ഒരൊറ്റ വാക്ക് മാത്രം അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവന് പോലീസുകാരനോട് പറയാണ്, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കണം, എനിക്ക് എൻ്റെ അച്ഛനുമായി ഇത്തിരി നേരം സംസാരിക്കണം എന്ന്. അങ്ങനെ പോലീസുകാരൻ പുറത്തുപോയി അച്ഛനും മോനും കൂടെ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ അച്ഛൻ മോനോട് ചോദിച്ചു, മോനെ, നീയും അവളും തമ്മിൽ അങ്ങേയറ്റം കൂട്ടുകാരല്ലേ, വളരെ ഫ്രണ്ട്ഷിപ്പിലല്ലേ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത്? നിങ്ങളോളം കൂട്ടുള്ള മറ്റൊരാൾ ആ ക്ലാസ്സിൽ ഇല്ല എന്നാണല്ലോ അച്ഛന് പലപ്പോഴും തോന്നാറുള്ളത്. പിന്നെന്തിനാണ് മോന് ആ കുട്ടിയെ കൊന്നത്? അതിനുത്തരമായിക്കൊണ്ട് ആ മോൻ പറയുന്നുണ്ട്, അവൻ്റെ ഫോണ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, അച്ഛാ, ഇതിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ, എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കുമോ എന്ന് മോൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ അത് നോക്കിയിട്ട് അവൻ്റെ പോസ്റ്റുകൾക്കൊക്കെ ഒരു പ്രത്യേകത കണ്ടു. അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിട്ട എല്ലാ പോസ്റ്റുകളുടെയും താഴെ ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ, അവൻ്റെ ക്ലാസ്സിലെ ഈ പെൺകുട്ടിയുടെ കമൻറ്റുകളുണ്ട്. എല്ലാ പോസ്റ്റിനും താഴെ ഈ കുട്ടി ഓരോ സ്റ്റിക്കറുകൾ ഇട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സ്റ്റിക്കറുകളാണ്. ചില സ്റ്റിക്കറുകൾ നമ്മളെ ക്യാപ്സ്യൂള് മനസ്സിലായോ? ഗുളികയില്ലേ, ടാബ്ലറ്റിൻ്റെ മറ്റൊരു ഫോമാണ് ക്യാപ്സ്യൂള്. 2 ഭാഗം ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഉരുണ്ട രൂപത്തിലുള്ള, എല്ലാവർക്കും അറിയുണ്ടാവും, ക്യാപ്സ്യൂളിൻ്റെ രൂപത്തിലുള്ള സ്റ്റിക്കറുകളാണ്. മറ്റു ചിലതൊക്കെ നമ്മളൊക്കെ ഉപ്പേരി ഉണ്ടാക്കുന്ന, കൂട്ടാൻ വെക്കുന്ന വൻപയറില്ലേ, കിഡ്നി പീ എന്നറിയപ്പെടുന്ന വൻപയറിൻ്റെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകളാണ്. അപ്പോൾ എല്ലാ പോസ്റ്റിലുള്ള ഈ സ്റ്റിക്കറുകൾ കണ്ടപ്പോൾ അച്ഛന് പിന്നെയും മോൻ്റെ അടുത്ത് ചോദിക്കുക, നിന്റെ എല്ലാ പോസ്റ്റിനും താഴെ ഈ കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത്രയേറെ കൂട്ടുകാരാണ് നിങ്ങൾ. ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അച്ഛന് മനസ്സിലാകുന്നത് നിങ്ങൾ അങ്ങേയറ്റം ഫ്രണ്ട്സാണ്. എന്നിട്ടും എന്തിനാണ് കുഞ്ഞെ എന്ന ചോദ്യത്തിന് മകൻ ഉത്തരം പറയുന്നുണ്ട്, അച്ഛാ, ഷീ ഈസ് ബുള്ളിയിങ് മീ. അവൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൾ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുക, കളിയാക്കുക, ഒറ്റപ്പെടുത്തുക,
ഈ കമന്റിൽ എന്ത് കുറ്റപ്പെടുത്തലാ മോനെ ഉള്ളത്? ഈ സ്റ്റിക്കറുകളിൽ എന്ത് കളിയാക്കലാണുള്ളത്? ഈ സ്റ്റിക്കറുകളിൽ എന്ത് ഒറ്റപ്പെടുത്തലാണ് അവശേഷിക്കുന്നത്? അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല. അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് അല്പം ദേഷ്യത്തോടു കൂടിയിട്ട് മകനോട് പറയുന്ന അച്ഛനും മകനും ഉൾക്കൊള്ളുന്ന ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപിൽ കാണിക്കുന്നത്. ഈ ഒരു രംഗം, ഈ ഒരു സീൻ ഞാൻ അടക്കമുള്ള നമ്മുടെ പൊന്നോമന മക്കളെ വളർത്തുന്ന കുടുംബാംഗങ്ങൾക്ക്, ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപാടേറെ പാഠങ്ങൾ നൽകുന്ന ഒരു സീനാണ്. ഇവിടെ മകന് മാതൃക നൽകേണ്ട, മകന് ജീവിതം കാണിച്ചു കൊടുക്കേണ്ട അവന്റെ അച്ഛനാണെന്ന് തെല്ലൊന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരച്ഛൻ. നമ്മളെയൊക്കെ പോലെ തന്നെ പലപ്പോഴും മകൻ മകൻ തന്നെയാണ്, മകൾ മകളാണ്, ഉമ്മ ഉമ്മയും വാപ്പ വാപ്പയുമാണ്. ഉയർന്നു നിൽക്കുന്നത്, മുകളിൽ നിൽക്കുന്നത്, അവരെ ഭരിക്കുന്നത് തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ്. അതിന് കാരണം എന്താ? നമ്മളുടെ അനുഭവങ്ങളാണ് എന്ന് നമ്മൾ കരുതും. ഒരു പക്ഷേ അവരെക്കാളും നമുക്കുള്ള നമ്മുടെ അറിവുകളാണ് എന്ന് നമ്മൾ കരുതും. ഈ കരുതും എന്ന വാക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ടി വരികയാണ് പ്രിയപ്പെട്ടവരെ. കാരണം കഴിഞ്ഞ കാലഘട്ടം വരെയൊക്കെ, ഏകദേശം ഒരു മിലേനിയം ജനറേഷൻ വരെയൊക്കെ, 90കളിലെ 90s കിഡ്സ് എന്നൊക്കെ പറയുമല്ലോ, അവരുടെയൊക്കെ ജനറേഷൻ വരെയൊക്കെ നമ്മുടെ മാതാപിതാക്കള് ആ മക്കളെക്കാളും അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷേ ആൽഫ ജനറേഷൻ മുതൽ അത് മാറി തുടങ്ങുകയാണ്. ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക്, 2010 ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? മടുക്കണുണ്ടാ? ഉണ്ടെങ്കിൽ പറയണട്ടാ, പോവാനാ. അപ്പൊ ആൽഫ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെക്കാളും നമ്മളെക്കാളും ബ്രെയിൻ കപ്പാസിറ്റി, തലച്ചോറിന്റെ കഴിവ് കൂടുതലുണ്ട് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി 1500 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ് എങ്കിൽ അവരെ വളർത്തുന്ന ഉമ്മയാണ് ഉപ്പയാണെന്ന് തെല്ലൊന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും 1500 ഉള്ളൂ എങ്കിൽ മക്കൾക്ക് 1800 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ്. അവിടെ 300 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റിയുടെ കൂടുതലാണ് നമ്മുടെ മക്കൾക്കുള്ളത്. അതൊരു പക്ഷെ മെഡിക്കൽ സയൻസ് പറയുന്നതാണ് എങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രാമയിൽ, ഈ ഒരു നാടകത്തിൽ കണ്ട ഈ ഒരു രംഗം ഉണ്ടല്ലോ, അത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവിടെ ആ കുട്ടി പറയുന്നത് ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ്, കളിയാക്കുകയാണ് എന്നുള്ളതാ. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കൊരു തിയറി മനസ്സിലാക്കാം. നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്കിടയിൽ മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പേരെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കാം, മാനോസ്ഫിയർ. ഈ മാനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കേട്ട ആരെങ്കിലും ഉണ്ടോ? മാനോസ്ഫിയർ ആരുമില്ല, നോബഡി. സോ ഈ മാനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആണുങ്ങളോ ആൺകുട്ടികളോ ഒക്കെയാണ് അതിലുള്ളത്. ഈ ആണുങ്ങളുടെ ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ് മാനോസ്ഫിയർ. ഈ ഗ്രൂപ്പിന് ഒരു തിയറി ഉണ്ട്. അവരുടെ തിയറി എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ, ഈ ഭൂലോകത്ത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ യാതൊരു സഹായവും ഇല്ലാതെ, സ്ത്രീകളുടെ യാതൊരു സഹായ സഹകരണങ്ങളും പങ്കാളിത്തവും കൂട്ടുമില്ലാതെ ജീവിക്കാൻ പറ്റും. ഒരു പെണ്ണിന്റെ ആവശ്യമില്ല, ഒരു സ്ത്രീയുടെയും ആവശ്യം ഈ ഭൂമിയിലില്ല എന്ന് പറയുന്ന ടോക്സിക് ചിന്താഗതിയുള്ള, വിഷം വമിക്കുന്ന ചിന്താഗതിയുള്ള ആണുങ്ങളുടെ ഒരു കൂട്ടമാണ് മാനോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ പലപ്പോഴും എങ്ങനെ സ്ത്രീകളെ ഉന്മൂലനം ചെയ്യാം, സ്ത്രീകളെ എങ്ങനെ ഇല്ലാതെയാക്കാം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അജണ്ടകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഈ കൂട്ടത്തിനുള്ളിൽ തന്നെ അവരെ പോലും അറിയാതെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ പേര് ഇൻസെൽ എന്നാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒറ്റയടിക്കങ്ങ് കളയാതെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക ഈ വാക്കുകളും ഈ പേരുകളും. ഒരുപക്ഷെ നാളെ നമ്മുടെ മൊബൈൽ തുറന്നു നോക്കുമ്പോൾ നോട്ടിഫിക്കേഷനായി വന്നേക്കാം, യു ആർ അണ്ടർ ദിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആ പേര് കാണുമ്പോൾ ഏതോ ഒരു പരസ്യം നോട്ടിഫിക്കേഷൻ വന്നതാണെന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പഠിക്കുവാനും അതെങ്ങനെ എൻ്റെ മൊബൈൽ ഫോണിൽ വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അത് സഹായകമായേക്കാം. അപ്പോൾ അതിനുള്ളിലുള്ള ഇൻസെൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കമ്മ്യൂണിറ്റി, മറ്റൊരു ഗ്രൂപ്പാണ് ഇൻസെൽ.
ഈ ഇൻസൽ എന്ന് പറയുന്നത് ആ കൂട്ടായ്മയിലുള്ള പുരുഷന്മാർക്ക് ആ ഒരു ഡൊമിനേറ്റ് കാണിക്കുന്ന ആ ഗ്യാങ്ങിലുള്ള ആളുകൾക്ക് പലപ്പോഴും കല്യാണം കഴിക്കണം, സ്ത്രീകളെ അട്രാക്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, സഹായ സഹകരണങ്ങൾ ജീവിക്കാൻ വേണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഉള്ളിനുള്ളിൽ. പക്ഷേ അവർക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല. അതിന് സാധിക്കാത്ത, അവരുടെ പൗരുഷത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തരം കൂട്ടര്, ആ കൂട്ടരെയാണ് ഇൻസൽ എന്ന് പറയുക. ആ കൂട്ടരെ റെപ്രസെന്റ് ചെയ്യുന്ന, ആ കൂട്ടരെ പേരെടുത്ത് കാണിക്കുന്ന, അവരെ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റിക്കറുകളാണ് ക്യാപ്സ്യൂളും അതുപോലെ കിഡ്നി പീയും, നേരത്തെ പറഞ്ഞ വൻപയറും ഒക്കെ. അപ്പൊ വീണ്ടും നമ്മൾ ഈ ഡ്രാമയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഡ്രാമയിൽ ഈ കൊല ചെയ്ത ഈ കുട്ടിയുടെ ഓരോ പോസ്റ്റിനും താഴെ ഈ പെൺകുട്ടി ഇടുന്ന ഓരോ സ്റ്റിക്കറുകളും പറയുന്നത് നീ ഒരു ഇൻസലാണ്, ഒന്നിനും കൊള്ളാത്ത ഒരാണാണ്, ഒന്നിനും പറ്റാത്ത ഒരു പുരുഷനാണ് നീ എന്ന ഒരു വാക്യത്തിലേക്ക്, ആ ഒരു കൂട്ടത്തിലേക്ക് ഈ ആൺകുട്ടിയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് തൻ്റെ സ്റ്റിക്കറുകളിലൂടെ ഈ പെൺകുട്ടി. ഒരുപക്ഷെ അവരുടെ പ്രായത്തിലുള്ള, ആ ജനറേഷനിലുള്ള, അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള ആ അഡോളസന്റ് പീരീഡിലൂടെ കടന്നു പോകുന്ന എല്ലാ കുട്ടികൾക്കും അതിനർത്ഥം അറിയാം. അച്ഛനാണ് അമ്മയാണ് എന്ന് അഹങ്കരിക്കുന്ന നമുക്കൊഴികെ പുതിയ ജീവിതം നയിക്കുന്ന മക്കൾക്കെല്ലാം അതിൻ്റെ അർത്ഥം അറിയാം. അവൻ്റെ കൂട്ടുകാർക്കിടയിൽ നാണം കെടുകയും ഒറ്റപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്ത അവൻ്റെ ഉള്ളിൽ വന്ന ഉത്തരമാണ് തീർത്തുകളയാം, കൊന്നുകളയാം എന്ന്.